ഒരുപാട് ചെയ്തിട്ടുള്ളൊരു പരിപാടിയായിട്ട് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ചക്ക വെട്ടിൻ്റെ പരിപാടി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ഞായറാഴ്ച ദിവസം അമ്മ ചന്തയ്ക്കൊക്കെ പോകും. മുക്കൂട്ടുതറ എന്നൊക്കെ ചന്തയുണ്ട്. ഈ ചന്തയിലൊക്കെ പോകുന്ന സമയത്ത് മീനൊക്കെ വാങ്ങിക്കുന്നു. ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ, അത് കൂടുതലൊന്നും ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ആ ഒരു സാഹചര്യമൊക്കെ മാറി. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരവസ്ഥയൊന്നും അല്ല. മീൻ വേണമെന്ന് വെച്ചാൽ മീനുണ്ട്, എന്ത് വേണമെന്ന് വെച്ചാലും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിതുപോലെ ചക്കയൊക്കെ എടുത്ത് കുരുവൊക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പുഴുങ്ങിയോ വറുത്തോ നല്ല ചുട്ടോ അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. അന്നത്തെയൊക്കെ ഒരു സാഹചര്യം, അന്നത്തെ ഒരു ചെറുപ്പത്തിലേക്ക് ഒരു അവസ്ഥ അതൊക്കെ തന്നെയായിരുന്നു. വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഹോട്ടൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാരങ്ങൾക്കൊക്കെ ദൈവം സഹായിച്ച് മുട്ടില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നുവെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഇഷ്ടാനുസരണം കഴിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കാണാത്ത പല ലോബ്സ്റ്റർ, ഷ്രിമ്പ് അങ്ങനെയുള്ള പല തരത്തിലുള്ള മത്സ്യങ്ങളാണെങ്കിലൊക്കെ കഴിക്കാനുള്ളൊരു അവസരം നമുക്കുണ്ടായി. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി. ഞാനിത് ഇപ്പോൾ പറയാനായിട്ട് ഇങ്ങനൊരു വീഡിയോ എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ തരത്തിലുള്ളൊരു മാരേജ് ഫംഗ്ഷൻ തന്നെയായിരുന്നു. അപ്പം അതിൽ എല്ലാവിധത്തിലുള്ള ഫുഡുകളും ഉണ്ടായിരുന്നു. മത്സ്യമാണെങ്കിലും മാംസഭക്ഷണങ്ങളാണെങ്കിലും എല്ലാം, സാധാ മീൽസ് അടക്കം. മീൽസ് എന്ന് പറഞ്ഞാൽ ചോറ്, ബീഫ്, പുളിശ്ശേരി അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഒരുപാട്, പക്ഷേ ഞാൻ കൃത്യമായിട്ട് എണ്ണിയില്ല എങ്കിൽ പോലും ഒരുപാട് തരത്തിലുള്ള ഐസ്ക്രീം മറ്റുള്ളതെല്ലാം ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് കണ്ടൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, പലരും ഇതിനകത്ത് ഭക്ഷണം എടുത്തിട്ട് പൂർണ്ണമായിട്ടും കഴിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഒരുപാട് ഭക്ഷണം എടുത്ത് വേസ്റ്റ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അത് വേണ്ടുന്നതിലും അധികം ഭക്ഷണം എടുത്ത് വേസ്റ്റ് ചെയ്യുന്നതായിട്ട്, അത് കൊണ്ട് പ്ലേറ്റൊക്കെ വെക്കും. നല്ല സർവീസും അതുപോലെ തന്നെ നല്ല ഭക്ഷണം ഞാനൊക്കെയും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒന്നേ ആഗ്രഹിക്കാറുള്ളൂ, ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ കഴിച്ച വ്യക്തി നല്ലതാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ആ കഴിച്ച വ്യക്തിയുടെ മനസ്സ് നിറയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ. നമ്മളൊരു മനുഷ്യനെ വയറ് നിറയ്ക്കാൻ ആരെക്കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരും, പക്ഷെ മനസ്സ് നിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ ഈ ഭക്ഷണം വേസ്റ്റ് ആകുന്ന രീതിയിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്നത്, ഈ ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ടാവും, എങ്കിൽ പോലും ഒരു കർഷകൻ കൃഷി ചെയ്ത് ആ കൃഷി സ്ഥലത്ത് നിന്ന് ആ സാധനം നമ്മുടെ ടേബിളിലേക്ക് എത്തുന്നവരെയുള്ള ആ ഒരു ഭക്ഷണത്തിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു സാധനങ്ങളുടെ ഒരു സഞ്ചാരം ഉണ്ടല്ലോ, അത് എത്രയോ ആളുകളുടെ കയ്യിലെത്തി അത് ഭക്ഷണമായി മാറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കലയായി മാറുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം എത്ര വലിയ മനുഷ്യനായാലും, ഇപ്പം ലോകത്ത് തന്നെ എത്ര വലിയ മനുഷ്യനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എത്ര പണമുള്ള മനുഷ്യനാണെങ്കിൽ പോലും, എത്ര ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും, ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പോലും, ആര് കഴിച്ചാലും മനുഷ്യൻ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ പറയും പോരട്ടെ. അപ്പം നമുക്ക് സ്വത്തിൻ്റെ കാര്യത്തിലായാലും സമ്പാദ്യത്തിന് വീട്, കാറ്, കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ ഞാൻ ഇതുപോലെ കണ്ടിരുന്നത് 12 റോൾസ് റോയ്സ് ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ച്. എന്ന് പറയുന്നത് മനുഷ്യൻ എത്ര കിട്ടിയാലും മതി എന്ന് പറയില്ല. പക്ഷേ മനുഷ്യൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യൻ പറയും ഇത് മതി എന്ന് പറയുന്നൊരു കാര്യം ഭക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പം ജലം അമൂല്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ പറയും ഭക്ഷണവും അത്രമേൽ തന്നെ പ്രാധാന്യവും അമൂല്യവും തന്നെയാണ്. അങ്ങനെ തന്നെ കണക്കാക്കപ്പെടണം. കാരണം അതൊരു കാരണവശാലും നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, നമുക്ക് എത്ര വേണോ അത്രയും മാത്രം മനുഷ്യനെടുത്ത് കഴിക്കുക എന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ അഭിപ്രായം അതാണ്. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ട്, ആ ഒരു ദൃശ്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, ഞാനിതൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം
ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കാണെങ്കിൽ പോലും പലതരത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പം അവർക്കൊക്കെ എന്നോട് ചിലവ് ചെയ്യാനായിട്ട് ചിലരൊക്കെ പറയാറുണ്ട്, എടാ ചിലവ് ചെയ്യടാ എന്നൊക്കെ പറയും. അപ്പം ഞാൻ മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ സിഗരറ്റോ അങ്ങനെയൊന്നും ഉപയോഗിക്കുകയില്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് പറയും, നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ത് വേണമെന്ന് പറയടാ, ഞാൻ വാങ്ങിച്ചു തരാം എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഒരു മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഭക്ഷണം ഇങ്ങനെ വേസ്റ്റ് ആക്കുന്ന രീതിയിലേക്കുള്ളൊരു രീതി കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇതും പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാം ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, ബൈ.